എനിക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഓരോ ബിസിനസ്സിൻ്റെ പുറകിലൊരു കാരണങ്ങളുണ്ടാവും. ഓക്കെ, ഇപ്പം ഞാൻ എന്തുകൊണ്ട് ബിസിനസ് കോച്ചിങ് രംഗത്തേക്ക് അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻസി രംഗത്തേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായുള്ള കാരണമുണ്ടാവും. നമ്മളുടേതായ കണ്ടറിഞ്ഞ വഴികളിലൂടെയാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ഈ അത്തീൻ ന്യൂട്രീഷ്യൻസ് ഫുഡ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലേക്ക് സഫ്വാൻ വരാനുണ്ടായ കാരണം എന്താണ്? ഈ ബിസിനസ് എന്തുകൊണ്ട് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ഇത് നമ്മൾ ഈ കൊറോണയുടെ ടൈമിൽ ഒരുപാട് ഈ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടും ഹെൽത്തിനെ കുറിച്ചിട്ടും എല്ലാവരും ബോധവാന്മാരായിരുന്നു. പൊതുവേ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ ഇസ്ലാമിക ചികിത്സ, അതുപോലെ പ്രവാചക വേദത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷിക്കാറുണ്ട്. നമ്മൾ പൊതുവേ ഈ ഖുർആനിൽ പറഞ്ഞ ഈത്തപ്പഴം, അതുപോലെ മുന്തിരി, അങ്ങനെ അതിലെ കാര്യങ്ങളൊക്കെ ഭക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രതിവിധി ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഒരു വർഷത്തോളം ഓരോ ഫ്രൂട്ട്സും എടുത്തിട്ട് അതിനെ കൃത്യമായി പഠനം നടത്തി. ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എത്രയുണ്ട്, ഇതിൻ്റെ ഔഷധ ഗുണങ്ങളുണ്ട്, എത്ര കഴിക്കാം, അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു മിക്സ് ആക്കിയ ശേഷം നമ്മളിത് കഴിക്കാൻ തുടങ്ങി. വീട്ടിൽ ഞാൻ എൻ്റെ കുട്ടികളൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നാട്ടിലെ വീട്ടിലവർക്കെല്ലാം കൊടുത്തു. അപ്പോൾ നല്ല റിസൾട്ട് ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് ബെനിഫിറ്റ്സ് കിട്ടുന്നു. ഒന്നാമത് അയേണിൻ്റെ കുറവ്, അതുപോലെ മറ്റു ബുദ്ധിമുട്ട്, ഫൈബർ ഉണ്ടായി, അത് നല്ല മാറ്റം ഉണ്ടായി. പിന്നെ ഇത് നമ്മൾ അങ്ങനെ ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ ഇതൊരു ബിസിനസ്സിലേക്ക് കേരള ഗവൺമെന്റ് അംഗീകരിച്ച ലാബിലാണ്, കോഴിക്കോടിലെ തന്നെ. പിന്നെ അത് ആദ്യം നാട്ടിൽ 2 വർഷത്തോളം നമ്മൾ നാട്ടിൽ തന്നെ സെയിൽ ചെയ്തത് ലോക്കൽ ഏരിയയിൽ. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതാകാൻ തുടങ്ങി, വൈറലാകാൻ തുടങ്ങി. അപ്പം പ്രൊഡക്റ്റ് നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത്രയും അയൺ ഡെഫിഷ്യൻസിയാണ് നമ്മളെ ഇന്ത്യയിലുള്ളത്. എത്ര ശതമാനം ആളുകളിലാണ് അയൺ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു? ശരിക്കും ഞാനല്ല, ഇതിൽ ഈ നമ്മുടെ ഗവൺമെന്റ് പഠനം നടത്തിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഏകദേശം 75-80% അയൺ ഡെഫിഷ്യൻസി കണ്ടുവരുന്നതെന്ന്. ഗവൺമെന്റ് പഠനത്തിൽ തന്നെ കുട്ടികളിലും ഓൾ ഇന്ത്യയിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന ഫുഡും പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളും ഒരു പരിധിവരെ. അതിൽ അയൺ ഡെഫിഷ്യൻസി പറഞ്ഞാൽ അയൺ കുറേ തരത്തിലുണ്ട്. അയൺ ഡെഫിഷ്യൻസി അതിൽ പ്രധാന കാരണം പോഷകാരക്കുറവാണ്, ന്യൂട്രീഷൻസിന്റെ കുറവുകൊണ്ട് തന്നെയാണ് വരുന്നത്. സോ അങ്ങനെയുള്ള ന്യൂട്രീഷൻസ് ഡെഫിഷ്യൻസീസ് എല്ലാം ഇത് കവർ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവരും കഴിക്കാൻ പറ്റും. 3 വയസ്സായ കുട്ടി മുതൽ ഏത് പ്രായക്കാരും കഴിക്കും. ഇതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് ഇപ്പോൾ മറ്റൊരാൾ, ഇപ്പോൾ ഈ ഡെഫിഷ്യൻസി ഉള്ളവരല്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ട്? എന്തിനാണ് മറ്റുള്ളവർ, ഇപ്പോൾ നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ എന്തിന് അത്തീൻ കഴിക്കണം? അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞു ഇത്രയും 16 ഐറ്റംസ് ഉണ്ട്. നമുക്കിതെല്ലാം ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളാണ്. ഇതെല്ലാവരും അത്തിപ്പഴവും ഈത്തപ്പഴവും ഒന്നും കൃത്യമായി വാങ്ങി അതിന് കൃത്യമായ അളവിൽ ആരും കഴിക്കൂല. അതിപ്പോൾ നമ്മൾ കുറച്ച് സെലിബ്രിറ്റിയും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് റിച്ചായ ആൾക്കാർക്ക് അതിൻ്റെതായ ആൾക്കാരുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് ഒരിക്കലും അത് കൃത്യമായി കഴിക്കാൻ കഴിയില്ല. അന്നേരമാണ് ഈ ഡെഫിഷ്യൻസി വരുന്നത്. ഇത് പ്രായമായവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അവർക്കൊന്നും ഫുഡ് അബ്സർവ് ചെയ്യില്ല, ഒന്നാമത്തെ കാര്യം. 2 അതായത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ പ്രായമായവരൊക്കെ ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഇത് കഴിച്ചാൽ പിന്നെ ഇവർ കഴിക്കുന്നവർക്ക് നടന്നു പോകാനും അതുപോലെ ബാത്റൂമിൽ പോകാനും ഒരു ക്ഷീണമൊക്കെ നല്ലോണം മാറുന്നു, ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കിയാൽ കസ്റ്റമർ ഇത് ഗുഡാണെന്നേ പറയാലേ. പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിയ കസ്റ്റമർ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് നൽകുന്നത്. കാരണം അത്രയും അവർക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടൊരു ബിസിനസ്സിൽ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് കസ്റ്റമറുടെ ഇതുപോലെയുള്ള പ്രാർത്ഥനാപൂർവ്വമായിട്ടുള്ള ഫീഡ്ബാക്ക് തന്നെയാണ്, ഒരു ലോയൽ കസ്റ്റമർ ഉണ്ടാക്കുന്നതിൽ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ എൻ്റെ പാരൻസിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ട്. ക്ഷീണം, ഒരു ഉന്മേഷമില്ലായ്മ. സോ അതൊക്കെ ഒരു പക്ഷേ ന്യൂട്രീഷൻസിൻ്റെ കുറവ് തന്നെ കുറവായിരിക്കും. പ്രധാനമായി ഇത് രക്തക്കുറവ് മാത്രമല്ല, ഡി വിറ്റാമിൻ്റെ കുറവ് ഒരുപാട് കണ്ടു. ഇതില്ല, ഇതിൽ വിറ്റാമിൻ ഡി അബ്സർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിൽ നമുക്കൊരിക്കലും ഫുഡിൽ അത്ര ഡി വിറ്റാമിൻ കിട്ടൂല. ഒന്നിക്കലും അത് സൂര്യപ്രകാശം കൊള്ളണം, അല്ലെങ്കിൽ സപ്ലിമെന്റ് എടുക്കണം.